െത്തി അനുനയ നീക്കം തുടരുമ്പോഴും മൗനം തുടരുകയാണ് കെ മുരളീധരൻ. ഇന്നലെ വീട്ടിലെത്തിയ കെ സുധാകരനെ സ്വീകരിക്കാനോ യാത്ര അയക്കാനോ മുരളീധരനെ വീടിന് പുറത്തേക്ക് കണ്ടില്ല. 3 ദിവസത്തിന് ശേഷം ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നുള്ള സൂചന വരുന്നുണ്ട്. MS അനീഷ് കുമാർ കോഴിക്കോടും ചേരുന്നു. അനീഷ്, മുതിർന്ന നേതാക്കൾ എല്ലാവരും കെ മുരളീധരന് മുന്നിൽ അനുനയ നീക്കവുമായി എത്തുന്നുണ്ട്. കെ സുധാകരനെത്തി, MK രാഘവനെത്തി, മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട നേതൃത്വമെല്ലാം പല ഇടങ്ങളിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നത് പാടില്ല, രംഗത്തെത്തണമെന്നുള്ള പരാമർശങ്ങൾ നടത്തിപ്പോകുന്നു. അങ്ങനെ ഈ കോൺഗ്രസ് UDF മൊത്തത്തിൽ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായെങ്കിൽ പോലും ആലത്തൂരിലും തൃശ്ശൂരിലും ഉണ്ടായ തിരിച്ചടികളിൽ ഏറ്റവും പ്രധാനമായി തലവേദനയാവുന്നത് തൃശ്ശൂരിലെ തിരിച്ചടിയായി മാറുകയാണ്. പ്രത്യേകിച്ചും മുരളീധരൻ ആ വിമർശനങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ എന്തായിരിക്കും മുരളിയുടെ നിലപാട്? മുരളീധരൻ ഈ വയനാട് സീറ്റ് അതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. എൽദോ 18 സീറ്റുകളിൽ വിജയിച്ച് അല്ലെങ്കിൽ 18 സീറ്റുകൾ മുന്നണി നേടിയെങ്കിലും അതിനേക്കാൾ ചർച്ചയാവുന്നത് തീർച്ചയായും തൃശ്ശൂരിലെ തോൽവി തന്നെയാണ്. അവിടെ UDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോയത് ഏതാണ്ട് കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ നീങ്ങിയത്. അവിടെയാണ് വടകരയിൽ നിന്നും പാർട്ടി നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ നിർബന്ധപ്രകാരം തൃശ്ശൂർ പോയി മത്സരിക്കുകയും തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം പ്രചാരണത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് KPCCയോട് വ്യക്തമാക്കിയെങ്കിലും അതിനൊരു പരിഹാരമാർഗം കാണാതെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയും പിന്നീട് ദയനീയ തോൽവി നേരിടുകയുമാണ് ചെയ്തത്. മുരളീധരനെ പോലുള്ളൊരു മുതിർന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി, അതായത് BJP 1ാം സ്ഥാനത്ത് വരികയും താൻ 3ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു എന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. എന്തായാലും തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷം അന്ന് മാധ്യമങ്ങളെ കണ്ട് തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട അദ്ദേഹം വീട്ടിലെത്തിയ ശേഷം ഇതുവരെ മാധ്യമങ്ങൾക്ക് മുഖം തന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ഈ വീട്ടിലെത്തുമ്പോഴും ഈ വീടിൻ്റെ ഗേറ്റുകൾ അടഞ്ഞു തന്നെ കിടക്കുന്നു. സാധാരണഗതിയിൽ ഈ ഗേറ്റുകൾ എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടിയും മാധ്യമപ്രവർത്തകർക്ക് വേണ്ടിയും ഒക്കെ തുറന്നിട്ട ഇടമാണ്. ഇന്നലെ നമുക്കറിയാം KPCC പ്രസിഡന്റ് കെ സുധാകരൻ അദ്ദേഹത്തെ കാണാനും അനുനയിപ്പിക്കാനുമായി വീട്ടിലെത്തി. ഏതാണ്ട് അരമണിക്കൂറിലധികം 3/4 മണിക്കൂറോളം അദ്ദേഹം ഈ വീട്ടിൽ ചിലവഴിച്ചെങ്കിലും പോസിറ്റീവായ ഒരു മറുപടിയും കെ മുരളീധരനിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ KPCC പ്രസിഡന്റ് എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോലും വീടിന് പുറത്തേക്ക് കെ മുരളീധരൻ ഇറങ്ങിയില്ല. ഒപ്പം അകത്ത് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് KPCC പ്രസിഡന്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും എല്ലാവരും പ്രതീക്ഷിച്ചു ഒരുപക്ഷെ KPCC പ്രസിഡന്റിനൊപ്പം അദ്ദേഹത്തെ യാത്രയക്കാനായി മുരളീധരൻ പുറത്തേക്ക് ഇറങ്ങും. എന്താണ് പ്രസിഡന്റുമായി നടത്തിയ സംസാരം, അതിൻ്റെ ഒരു രത്നചുരുക്കമെങ്കിലും പുറത്ത് മാധ്യമങ്ങളോട് അറിയിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പുറത്തേക്ക് എത്തുകയുണ്ടായില്ല. ഇന്ന് രാവിലെയും അദ്ദേഹത്തിൻ്റെ മൗനം തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ജില്ലയിലെ പ്രധാന കോൺഗ്രസ് നേതാവായ MK രാഘവൻ MP നേരിട്ടെത്തി KPCC പ്രസിഡന്റ് എത്തുന്നതിന് മുമ്പുള്ള ഒരു ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചകളിലും യാതൊരു അയവും കെ മുരളീധരൻ്റെ തീരുമാനത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നലെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ കെ മുരളീധരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞത് അദ്ദേഹം പൊതുരംഗത്തേക്ക് ശക്തമായി തിരിച്ചു വരും. കേരളത്തിൻ്റെ ഏറ്റവും കരുത്തനായ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന് ഏത് സ്ഥാനത്ത് വേണമെങ്കിലും ഇരിക്കാൻ യോഗ്യനാണ്. KPCC പ്രസിഡന്റ് സ്ഥാനം വേണമെങ്കിൽ അത് ഉന്നത നേതൃത്വം ആലോചിച്ച അക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നും പറഞ്ഞിരിക്കുന്നു. എന്തായാലും 2 കാര്യങ്ങളിൽ ഒരു തീരുമാനം വേണമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മുരളീധരൻ ആവശ്യപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, KPCCയുടെ തലപ്പത്തേക്ക് തന്നെ കൊണ്ടുവരിക, ഒപ്പം തൻ്റെ തട്ടകം വട്ടിയൂർക്കാവുന്ന തലസ്ഥാന നഗരിയിലെ ഹൃദയഭൂമിയിലുള്ള മണ്ഡലത്തിലേക്ക് മാറ്റുക, അതുവഴി അടുത്ത മന്ത്രിസഭയിൽ ഒരു സ്ഥാനം ഉറപ്പുവരുത്താൻ കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, തൃശ്ശൂരിലെ തോൽവിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരായ തൃശ്ശൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ മാതൃകാപരമായ നടപടിയെടുക്കുക. ഈ 2 ആവശ്യങ്ങളിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും അദ്ദേഹം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് നേതൃത്വം പല രീതിയിലുള്ള ഓഫറുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെക്കുന്നു. ഒന്ന്, വയനാട് സീറ്റ് മുതൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും രാജ്യസഭാ സീറ്റും, അങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ വെക്കുന്നുവെങ്കിൽ പോലും ഇത്തരം ഫോർമുലകളിലൊന്നും തൽക്കാലം കെ മുരളീധരൻ വഴങ്ങുന്നില്ല. അദ്ദേഹം മനസ്സ് തുറക്കാതെ ഇപ്പോഴും വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഫോൺ കോളുകളോട് നേതൃത്വത്തിൻ്റെ അടക്കം പല ആളുകളും അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിലും ഒരു പോസിറ്റീവായ നിലപാട് ഇക്കാര്യത്തിൽ അദ്ദേഹത്തോടില്ല. ഒരു ചർച്ചയ്ക്കും അദ്ദേഹം ഈ ഘട്ടത്തിൽ നിന്നു കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എൽദോ, ഓക്കെ, എന്തായാലും കോൺഗ്രസിന് അത് വലിയൊരു പ്രശ്നമാണ് നിലവിൽ. MS അനീഷ് കുമാർ പറയുന്നത് പോലെ തന്നെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം അവിടെ കോൺഗ്രസ് നേതൃത്വത്തിന് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. തൃശ്ശൂരിലെ ആ തോൽവിയിൽ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മാറി നിൽക്കുകയാണ് കെ മുരളീധരൻ.